പേര് വണക്കം. ഷനിൽ എന്നാണ്. സ്വദേശം തലശ്ശേരിക്കടുത്ത് ചുക്ലി എന്ന് പറയും. ഈ മേഖലയിൽ വന്നത് ഒരു സാധാരണക്കാരനായിരിക്കെ നാട്ടിൻപുറത്തെ ഒരു കച്ചവടക്കാരനായിരിക്കാണ് ഈ ബിസിനസ് കടന്നു വന്നത്. ഒട്ടും യാദൃശികമായിട്ടാണ് ഈ ബിസിനസ്സിൽ ഓപ്പർച്യൂണിറ്റി കേൾക്കുന്നത് കച്ചവടക്കാരനായിരിക്കുകയാണ്. ആ സമയത്ത് ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടായിരുന്നു. മറ്റുള്ള നാട്ടുകാരും എൻ്റെ ഫ്രണ്ട്സും പറഞ്ഞ് ഈ മേഖലയെ പറ്റിയിട്ടുള്ള അറിവേ എനിക്കുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ആ രീതിയിലായിരുന്നു ഞാൻ ഈ മേഖലയെ കണ്ടിരുന്നത് സത്യത്തിൽ. ആദ്യമായിട്ട് എൻട്രി വെച്ച കമ്പനി. ആദ്യമായിട്ട് ഈ കമ്പനീൻ്റെ കൂടെയാണ് നിൽക്കുന്നത്. അന്നും ഇന്നും ഈ കമ്പനീൻ്റെ കൂടെ തന്നെയുണ്ട്. അതിനിടയിൽ ഒരുപാട് കമ്പനികൾ വന്നിട്ടുണ്ട്, പോയിട്ടുണ്ട്. പക്ഷെ അവരെല്ലാം എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ്, "ശനി, നീ ഇത്തിരി വർഷമായിട്ട് ഇത് ചെയ്യുന്നു" മറ്റെല്ലാം എന്താ പറയണ്ടേ, നമ്മുടെ അടുത്ത് വന്ന് സമീപിച്ചിട്ടുണ്ട്. ഞാൻ ഒറ്റ കാര്യമേ പറഞ്ഞിട്ടുള്ളൂ, MIL അതെൻ്റെ മനസ്സിലും എൻ്റെ ബ്ലഡിലുള്ള സാധനമാണ്. അതുകൊണ്ട് ഞാൻ ഇത് മാത്രമേ ചെയ്യുള്ളൂ. പക്ഷെങ്കിൽ ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി പറഞ്ഞ സമയത്ത് എൻ്റെ സുഹൃത്ത് പറഞ്ഞു, "ശനി, നീ 10 കൊല്ലമായി കച്ചവടം ചെയ്യുന്നു. നീ എന്തുണ്ടാക്കിയെന്ന് ചോദിച്ചപ്പം ഒന്നും എൻ്റെ കയ്യിലില്ലായിരുന്നു." സത്യത്തിൽ വന്ന് പറഞ്ഞ വേറെ ആരുമല്ല, നമ്മളെ ഗ്രേറ്റ് മെന്റർ ഗ്ലോബൽ ടീം കൊണ്ടുപോയിട്ടുള്ള MSP എന്ന് പറയുന്ന MS പ്രസാദാണ് ആദ്യമായിട്ട് എൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്, എൻ്റെ സുഹൃത്തിൻ്റെ കെയർ ഓഫിൽ. പക്ഷെ അന്ന് ആ വ്യക്തി പറഞ്ഞപ്പോഴും 2/10 കിട്ടിയ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴും ഉണ്ട്, കേരളത്തിലല്ല, കേരളത്തിന് പുറത്താവുന്നത്, കേരളക്കാരനാണെന്ന് പറഞ്ഞു. പക്ഷെ നിരന്തരം അവർ ഫോളോ അപ്പ് ചെയ്തു, കൃത്യമായിട്ട് പ്രൊഡക്റ്റ് ഉപയോഗിച്ചു, പ്രൊഡക്റ്റ് നല്ല റിസൾട്ട് കിട്ടി. റിസൾട്ട് മാജിക് റിസൾട്ടാണ് എനിക്ക് കിട്ടിയത്. ഓരോ പ്രൊഡക്റ്റിൽ നിന്നും ഫേസിൽ നിന്ന് പല്ലുൾപ്പിന് വശമുണ്ട്, അത് മാറി കിട്ടി. 95 ഉപയോഗിച്ചിട്ട് എനിക്ക് കിട്ടിയ മാജിക് റിസൾട്ട് എന്ന് പറയുന്നത് പൈൽസിൻ്റെ വശം ഉണ്ടായിരുന്നു. അന്ന് മുതൽ ഇന്ന് വരെ ആ പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇങ്ങനെ ഓരോ പ്രൊഡക്റ്റും മാജിക് റിസൾട്ടാണ് എൻ്റെ ഫാമിലി തന്നത്. ഇപ്പം പ്രൊഡക്ട്സ് ക്വാളിറ്റി ഉണ്ട്. ഈ ബിസിനസ് എന്താണെന്ന് അറിയില്ല. അവർ നിരന്തരം മീറ്റിങ്ങിന് വിളിക്കും, ട്രെയിനിങ്ങിന് വിളിക്കും. ഞാൻ ഓരോ കാര്യം പറഞ്ഞ് ഞാൻ ഒഴിവാകും. പക്ഷെങ്കിൽ കച്ചവടക്കാരനായിരിക്കുന്നതിനുള്ള ബുദ്ധിമുട്ട് എല്ലാവർക്കും അറിയാം. കട ലീവാക്കി പോകാന്ന് പറയുന്നത് ഒരിക്കലും പ്രാക്ടിക്കൽ അല്ല. എന്തുകൊണ്ടാ? ആ കച്ചവടം അന്ന് പോകും. ആകെ കച്ചവടം തുടങ്ങിയ സമയത്തുള്ള കച്ചവടം അല്ല, പിന്നെ പിന്നെ കുറഞ്ഞു വരാൻ തുടങ്ങി. ചുറ്റുവട്ടത്ത് ഞാനൊരു കടയാണെങ്കിൽ ചുറ്റുവട്ടത്ത് കടകളുടെ എണ്ണം കൂടാൻ തുടങ്ങി. ഈ നാട്ടിൻപുറത്തെ കച്ചവടത്തിന് ഒരു പ്രത്യേകത ഉണ്ട്, അറിയാലോ. ആ നാട്ടിലുള്ള ആൾക്കാരെ ഞങ്ങളോട് എന്ത് ചെയ്യുള്ളൂ, സാധനം മേടിക്കാൻ വരുള്ളൂ. അതുകൊണ്ട് തന്നെ കൃത്യമായ ധാരണയുണ്ട്, ഇത് പൂട്ടിയാൽ നമുക്ക് തന്നെ നഷ്ടമെന്ന്. പക്ഷെങ്കിൽ ഞാൻ എൻ്റെ വൈഫിൻ്റെ ഗോൾഡ് മേടിച്ച് കച്ചവടത്തിൽ കൊണ്ടുവിടും. കച്ചവടം സാധനം ഇല്ലാതെ ആരും നാട്ടുകാർ വരില്ല. പക്ഷെ സാധനം കുറയുമ്പോൾ ഇതേ നാട്ടുകാരൻ ചോദിച്ചു, "ഇതെന്താ ശനി, ഷോക്കേസിലെ സാധനം കാര്യമാണല്ലോ, നിനക്ക് കുറച്ച് സാധനം മേടിച്ചല്ലോ." അപ്പം ഞാൻ ചോദിച്ചു, "അല്ല, തരാനുള്ള പൈസ അതെന്തോടെ ഞാൻ തരില്ലേ, ഞാൻ എന്താ കടകൂട്ടി പോകുന്നതാണോ?" ആ ചോദിച്ച ഒറ്റ കാരണം കൊണ്ട് പിന്നെ ചങ്ങേനെ കാണുന്നുണ്ടാവില്ല ഒരു മാസത്തോളം. ഈ രീതിയിലായിരുന്നു. ആ പറഞ്ഞ ദേഷ്യത്തിന് തൊട്ടടുത്തുള്ള കടയിൽ നിന്ന് മേടിച്ചിട്ട് എൻ്റെ മുമ്പിലോട്ട് തന്നെ ഒന്ന് സാധനം മേടിച്ച് നടന്നു പോവുക. ഈ രീതിയിൽ ടെൻഷൻ അടിക്കാനും സാധനം തീരുമ്പോൾ സാധനം നിറയ്ക്കാനുള്ള ടെൻഷനായിരുന്നു പിന്നീട്. പക്ഷെ അതേ കച്ചവടത്തിലൂടെ കച്ചവടം കുറഞ്ഞു വരുമ്പോൾ എന്തെല്ലാം അധിക വരുമാനം ഉണ്ടാക്കാൻ പറ്റുമോ, ഏതിലൂടെയും ഉണ്ടാക്കാൻ പറ്റുന്ന ഗവേഷണം നടത്തുന്ന ഒരു വ്യക്തിയും കൂടിയായിരുന്നു ഞാൻ. അങ്ങനെ ആ സമയത്ത് ബൈക്ക് റെന്റ് എന്ന് പറഞ്ഞ പരിപാടി അതിൻ്റെ കൂടെ ചെയ്തിരുന്നു. കാർ റെന്റ് എന്ന് പറഞ്ഞ മേഖല അതിലൂടെ ചെയ്തിരുന്നു. പക്ഷെ അതിൻ്റെ റിസ്ക് ചെയ്തപ്പോൾ കൃത്യമായി ബോധ്യപ്പെട്ടു. അത് അന്ന് മുതൽ ഒഴിവാക്കാൻ തുടങ്ങി. പിന്നെ ബൈക്കിന്റെ ഒരു കാലമുള്ളത്, അത് എന്ത് ചെയ്തു, അന്ന് ഒരു ബൈക്ക് ഒരു വീട്ടിലുണ്ടെങ്കിൽ ഇന്ന് ആളെണ്ണീറ്റാണ് ബൈക്ക്. അന്ന് ബൈക്കിന് നമ്മൾ സൈക്കിൾ പണ്ട് കാലത്ത് സൈക്കിൾ വാടക എടുക്കും, അതുപോലെയായിരുന്നു ബൈക്കിന് ആൾ വരുത്ത്. അതുകൊണ്ട് തന്നെ ആ മേഖലയുടെ പൈസ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെങ്കിൽ ഒരു ബൈക്കിൽ നിന്ന് തുടങ്ങി ഞാൻ ഈ ബിസിനസ് വന്ന് ഒഴിവാക്കുമ്പോൾ എൻ്റെ കയ്യിൽ 5-6 ബൈക്ക് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് പിന്നെ കാറിലേക്ക് മാറി. കാറിൽ അടിച്ച് ലോസായിട്ട് അത് ഒഴിവാക്കി. പിന്നെ റിയൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞ മേഖലയിൽ കടന്നു. റിയൽ എസ്റ്റേറ്റിലും പൈസ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ ബിസിനസ് വന്ന് എന്നോട് പറയുന്ന സമയത്തും ആ മേഖല സ്റ്റോപ്പായി കൊണ്ടുവരുന്നത്. കച്ചവടം പറഞ്ഞ രീതി നടക്കുന്നില്ല. അപ്പോഴത്തേക്ക് പല ഗവൺമെന്റ് റെഗുലേഷൻസ് വരാൻ തുടങ്ങി. അതുകൊണ്ട് കച്ചവടത്തിലും എന്തായി, മന്ദഗതിയിലേക്ക് പോകാൻ തുടങ്ങി. അപ്പോൾ ഈ രീതിയിൽ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ അവസരം വന്ന് പറഞ്ഞ വ്യക്തി അതിന് ശനി എന്തായാലും രക്ഷപ്പെടാമെന്നാണ് ഞാൻ കൂടെ നിർത്തിയത്. പക്ഷേ ഇതിൻ്റെ മീറ്റിങ്ങിന് പോയി, ട്രെയിനിങ്ങിന് പോയി. ആ ട്രെയിനിങ്ങിന് പോയപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലാകുന്നത്, ഞാനും കടയിൽ നിന്ന് എത്രയോ വർഷമായിട്ട് സോപ്പും പൈസ വിറ്റത്, പക്ഷെ ഇന്നുവരെ രക്ഷപ്പെട്ടില്ല. അതേ സോപ്പും പൈസയും വിട്ട മുബീൻ സാറിന് എല്ലാ ആഴ്ചയും 2/10. പ്രസാദ് സാർ പറഞ്ഞ് പുറത്തിറങ്ങി, "സാറേ, നിങ്ങൾ കണ്ടല്ലോ, മുബീൻ എന്ന് പറഞ്ഞ വ്യക്തിക്ക് 2/10 കിട്ടും, നിങ്ങൾ ആരും ഉണ്ടെന്ന് വെച്ചാൽ ആ വ്യക്തി ഞാൻ കാണിച്ചു തന്നു കഴിഞ്ഞു. പക്ഷെ മുബീന് 2/10 കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് 2/10 കിട്ടും. എനിക്ക് 2/10 എനിക്ക് കിട്ടുമെങ്കിൽ നിങ്ങൾ എൻ്റെ കൂടെ നിങ്ങൾക്ക് 2/10 മേടിച്ചു തന്നു." ഞാൻ പറഞ്ഞു, "ആയിക്കോട്ടെ സാറേ."
ഞാനിപ്പോൾ എന്താ ചെയ്യണ്ടേ? എനിക്ക് ഇംഗ്ലീഷോ മലയാളമൊന്നും എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. അതുകൊണ്ട് ഈ കാര്യത്തിൽ നിന്നും എന്നെ കിട്ടില്ല. ചെയ്യാൻ ഞാൻ റെഡി. രക്ഷപ്പെടണമെന്നുണ്ട്. അപ്പം പ്രസാദ് പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, സാറേ ഇതുപോലെ മീറ്റിംഗ് ട്രെയിനിങ് എവിടെയുണ്ടോ അത് അറ്റൻഡ് ചെയ്യുക. അല്ലാതെ ഇവിടെ ഒരു ഇതുമില്ല. ഇവിടെ വിദ്യാഭ്യാസ യോഗ്യതയൊന്നും പ്രശ്നമല്ല. 2 യോഗ്യതയുണ്ടോ, ചെയ്യാൻ താല്പര്യമുണ്ടോ, അതിന് ആത്മാർത്ഥമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. ഞാൻ പറഞ്ഞു അതിനെല്ലാം റെഡി. അങ്ങനെ ഒരു 5 വർഷം കൂടെ നിൽക്കുന്നതിൻ്റെ കൂടെ നിന്ന വ്യക്തിയാണ്. പക്ഷെ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ആ MSP എന്ന് പറഞ്ഞ വ്യക്തിന്റെ മോളെ കല്യാണമാണ് 26-ാം തീയതി, ഈ വരുന്ന വ്യാഴാഴ്ച. അന്ന് നമ്മളെ മോട്ടിവേറ്റ് ചെയ്തത്, സാറേ എൻ്റെ ഏറ്റവും വലിയ ഡ്രീം എൻ്റെ മോളെ കല്യാണം എന്നാണെന്ന് പറഞ്ഞത്. ആ മോളെ കല്യാണത്തിന് വേണ്ടിയിട്ട് മകളോടി ചോദിച്ചിട്ടുള്ള ചോദ്യം, പെൺകുട്ടിയാണല്ലോ, മോളന്ന് 7ലോ 8ലോ അങ്ങനെയായിട്ട് പഠിക്കുന്നു. മോളോട് ചോദിച്ചു, മോളെ നിന്റെ കല്യാണം കഴിക്കണം, അച്ഛന് കഴിപ്പിക്കണമെന്നുണ്ട്, മോള് റെഡിയാണോ എന്ന് വെച്ചു. അത് അച്ഛൻ അങ്ങനെ ചോദിക്കാൻ കാരണം വെച്ചു, പെൺകുട്ടികളാണല്ലോ, നിങ്ങളുടെ ഒരു പ്രായമായി, എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നീ അങ്ങ് പോയാലും ഞാൻ പറഞ്ഞ വാക്ക് എനിക്ക് പാലിക്കാൻ പറ്റില്ല, അത് പ്രശ്നമാണ്, അതുകൊണ്ട് ചോദിച്ചാണെന്ന് പറഞ്ഞു. ഇല്ല അച്ഛൻ, അച്ഛൻ പറയുന്ന കുട്ടീനെ ചെക്കനെ ഞാൻ കഴിച്ചോളൂ എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ നീ കാണിച്ചിരുന്നാളെ ഞാൻ കഴിച്ചിരുന്നു, അച്ഛൻ പറയുകയും ചെയ്തു. അച്ഛനോട് ചോദിച്ച ഒറ്റ ചോദ്യമുള്ളൂ, എന്താ ഓഫർ എന്ന്. രാവിലെ പോയിട്ട് ഒരു ജ്വല്ലറി കയറി തരും, നീ പറയുന്ന ജ്വല്ലറി വൈകുന്നേരം വരെ നിനക്ക് വേണ്ടുന്ന ഗോൾഡ് എടുക്കാന്ന് പറഞ്ഞത്. അപ്പൊ ഇതാര് കേൾക്കുന്നുണ്ട്? തൊട്ടടുത്ത് അപ്പുറത്ത് പ്രൊഫസർ ഭാര്യ കേൾക്കുന്നുണ്ട്. ഭാര്യ അപ്പാട് പ്രൊഫസറോട് ചോദിച്ചു, പ്രൊഫസറെ അല്ല ഏട്ടാ, മീന് വന്നിട്ടുണ്ട്, മീനിന്റെ പൈസ കൊടുക്കണേന്. ഇന്നലത്തെ പൈസ ഉണ്ട്, ഇന്നത്തെ പൈസ ഉണ്ട്. തൽക്കാലം എന്താ ഇന്നലെ മീൻ മേടിച്ചിട്ട് ഇന്ന് ഇനി മീൻ മേടിക്കണ്ടെന്ന്. എന്താ പറഞ്ഞ്? അതായത് പുള്ളീൻ്റെ അടുത്ത് മീൻ മേടിച്ചു കൊടുക്കുമ്പോൾ ആ സമയത്ത് പൈസ ഇല്ല. അന്നേരമാണ് മോക്കിങ്ങെ പറഞ്ഞത് ഡ്രീമിന് വേണ്ടിയിട്ട് ഗോള് സെറ്റ് ചെയ്യുന്നത്. ഇത് വൈഫ് കേട്ടിട്ട് വൈഫ് വഴക്ക് പറഞ്ഞു, ഇല്ലാത്ത മോക്ക് ഇല്ലാത്ത ആശ കൊടുക്കണ്ട, ഇപ്പൊ ഇങ്ങനെ അങ്ങ് പോകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അന്ന് കളിയാക്കി വിട്ടു. അതേ പ്രൊഫസർ മോളെ കല്യാണമാണ് ഇന്ന്. അതിലും അന്ന് പറഞ്ഞതിനേക്കാളും 4 ഇരട്ടിയിലാണ് ഈ അതായത് വരുന്ന വ്യാഴാഴ്ച നടക്കാൻ പോകുന്നത്. ഏറ്റവും വലിയ ഡ്രീമാണ് ആ വ്യക്തിന്റെ. അന്ന് മോളോട് പറഞ്ഞ് ഗോൾഡ് മേടിച്ചിരുന്നെങ്കിൽ 200 പവന മേടിച്ചിരുന്നെങ്കിൽ, നീ മേടിക്കുന്ന സ്വർണ്ണം അതെല്ലാം മോളെ എൻഗേജ്മെന്റിന് കൊടുത്തു കഴിഞ്ഞു. ഇപ്പം കല്യാണത്തിന് 200 മോളിലും മേലെ കൊടുക്കാൻ പോവാണ്. അതേ മകൾക്ക് ഇന്ന് ബെൻസ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുകയാണ്. ഈ രീതിയിലേക്ക് ആ വ്യക്തിക്ക് മാറി. ഈവൻ മാനേജ്മെന്റിന്റെ അടുത്ത് സിറ്റിങ്ങിന് വേണ്ടി ഇരിക്കുന്ന സമയത്ത് വൈഫിനെയും കൂട്ടിയിരുന്നു. വൈഫിനെ കൂട്ടി അവരെ എല്ലാവരും ഓരോ കാര്യങ്ങളെ എമൗണ്ട് സെറ്റിൽ ചെയ്യാവുന്ന സമയത്ത് പൂ ഡെക്കറേഷൻ്റെ ആളോട് ചോദിച്ചു, അല്ലടോ നിങ്ങൾ എത്ര പൈസ വെച്ചു. അപ്പോൾ അവർ പറഞ്ഞു 20 ലക്ഷം സാർ. അപ്പോൾ ചെക്ക് ചെയ്തു. അപ്പം പ്രൊഫസർ ഇങ്ങോട്ട് വിളിച്ചിട്ട് വൈഫ് ചോദിക്കുക, പൈസ ഉണ്ടെന്ന് വെച്ചിട്ട് അഹങ്കാരം കാണിക്കില്ലേന്ന്. അപ്പം പ്രസാദ് സാർ ചോദിച്ചു, വൈഫിനോട് ചോദിച്ചു, നീ അന്നെന്താ എന്നോട് പറഞ്ഞേ? എൻ്റെ മോക്ക് വലിയ ആശ കൊടുക്കല്ലേന്ന്. ഇതിപ്പോ എൻ്റെ ഏറ്റവും വലിയ ആശയാണ് എൻ്റെ മോളെ കല്യാണം. അതുകൊണ്ട് ഞാൻ എൻ്റെ മോക്ക് വേണ്ടി എത്ര പൈസ ചെലവാക്കും, അതൊന്നും നീ നോക്കണ്ടെന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? ഒന്നുമില്ലാത്തവിടുന്ന് ആ വ്യക്തിക്ക് ഇത്രയും നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നോക്കണം. നിങ്ങളുടെ ടീമിലെ ബെന്നി സാർ മുതൽ, ബെന്നി സാറിനെ എനിക്ക് നല്ലോണം അറിയാം, വിജീഷിനെയോ അറിയാം, വിജയ് സാറിയോ അറിയാം. ആ ടീമിന്റെ എല്ലാ വ്യക്തികളും എനിക്കറിയാം. ഓരോ മീറ്റിങ്ങിനും ട്രെയിനിങ്ങിനും നമുക്ക് ഏറ്റവും വലിയ മോട്ടിവേറ്റർ ബെന്നി സാർ അല്ലായിരുന്നു. പിന്നീട് അവരുമായിട്ടുള്ള നല്ല ബന്ധങ്ങൾ, അവരുടെ ഓരോ ട്രെയിനിങ്ങിലും ഓരോ മീറ്റിങ്ങിലും കിട്ടിയ ആ പ്രചോദനമാണ് എന്നെ ഈ ബിസിനസ് പിടിച്ചു നിർത്തിയത്. പിന്നീട് അപ്പം എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഞങ്ങൾ ഇറങ്ങിപ്പോകുന്നത് ഈ പോസിറ്റീവ് കേട്ട് നെഗറ്റീവിന്റെ ഇടയിലാണ്. ഈ നെഗറ്റീവ് കേട്ടിട്ട് നെഗറ്റീവ് ആകാൻ ചെറിയ ടൈം കൊണ്ട് എന്താ, നമ്മളെ നാറാണത്ത് ഭ്രാന്തൻ ഒരു കല്ലൊരുക്കി മലയമക്കാറ്റുന്ന ആ മലയമക്കാറ്റ് എത്ര പാടുണ്ട്. അതേപോലെ ഒരാളെ പോസിറ്റീവ് ആക്കുക എന്ന് പറയുന്നത് അത്രക്കും പാടാണ്. പക്ഷെങ്കിൽ ഒരാളെ നെഗറ്റീവ് ആക്കാൻ ഒരു ബലൂൺ പോലെ എന്താ, ഒരു പിന്ന് മതി. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത് ഒരാളെ നെഗറ്റീവ് ആക്കുന്നതിന് അതേപോലെ നമ്മളെ ഫാമിലിയിൽ നിന്നാലും ശരി, നമ്മുടെ സമൂഹത്തിലും കിട്ടുന്ന നെഗറ്റീവ് ഒരാളെ വേഗം ഇല്ലാതാക്കും. പക്ഷേ എനിക്ക് നെഗറ്റീവ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ പ്രചോദനമായത് എന്നെ കളിയാക്കലായിരുന്നു. എന്താ, എന്നോട് പറഞ്ഞു ഇത്രയേ ഉള്ളൂ, ശനി നിന്നെ കൊണ്ട് പറ്റില്ല, ഇതൊന്നും നടക്കാത്ത കാര്യം. എന്താ, ബെന്നി സാറെ പോലെ അല്ല പ്രസാദ് സാറെ പോലെ ട്രെയിനിങ് എടുക്കാൻ പറ്റുന്ന ആക്കേ ഇത് നടക്കുള്ളൂ എന്നാണ് എന്നോട് പറഞ്ഞത്. മനസ്സിലായില്ലേ? അപ്പം ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, എനിക്ക് ട്രെയിനിങ് എടുക്കുന്ന അറിയില്ല, പക്ഷെങ്കിൽ ഈ മേഖല എന്താന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. നന്ദനത്തിൽ ഞാനേ കണ്ടിട്ടുള്ളൂ എന്ന് പറയുന്ന പോലെ ആ സിനിമ എല്ലാവരും കണ്ടിട്ടുണ്ടെന്നായിരിക്കുന്നു. ഗുരുവായൂരിലെ ആ ഗുരുവായൂരപ്പനെ കാണുന്ന ഒരു രംഗം ഫീൽ ചെയ്യുന്നതിന്റെ രീതിയിലേക്ക് നന്ദനത്തിൽ പറയുന്നുണ്ടല്ലോ. അതേപോലെയാ ഈ ബിസിനസ്സിൽ അച്ചീവ്മെന്റ് ഉണ്ടാക്കിയത് ഞങ്ങളെ കണ്ടിട്ടുള്ളൂ. സത്യമാണ്. ഇവിടെ ചെയ്ത സക്സസ് ആവുന്ന ട്രെയിനിങ്ങിലും മീറ്റിംഗ് കണ്ടത് ഈ ബിസിനസ്സിലൂടെ നേട്ടങ്ങൾ ഉണ്ടാക്കിയത് ഞാനും ഇടയിലെ ബെന്നി സാർ പോലുള്ള ആളെ കണ്ടിട്ടുള്ളൂ, വിജയ് സാർ പോലുള്ള ആളെ കണ്ടിട്ടുള്ളൂ. പക്ഷെ മറ്റുള്ളവർ പറയുമ്പോൾ ഇത് ഉൾക്കൊള്ളാൻ തയ്യാറാവില്ല. പക്ഷെ അവരുടെ ഉള്ളിൽ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു, എന്താ ഇത് ആളെ പിടിക്കുന്ന പരിപാടിയാണ്, ആളെ ചേർക്കുന്ന പരിപാടിയാണ്. ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു.
പക്ഷെങ്കിൽ മീറ്റിങ്ങിനും ട്രെയിനിങ്ങിനും കാര്യം മനസ്സിലായത് ഇത് ആളെ പിടിക്കുന്ന പരിപാടികൾ ആളെ ചേർക്കുന്ന പരിപാടി. ഈ കമ്പനിയിൽ നിങ്ങൾ എത്ര ആളെ ചേർത്തോ 5 പൈസ കമ്പനിയിലില്ല. നിങ്ങൾ എത്ര ആളെ പിടിച്ചോ കമ്പനി 5 പൈസ തരില്ല. അപ്പം നമുക്ക് ഇവിടുന്ന് നമ്മളെ ലൈഫിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഏത് മേഖല എടുത്ത് നോക്കുക എല്ലാവർക്കും അളവുണ്ട്. ഒരു രാഷ്ട്രീയ പാർട്ടിയെങ്കിൽ അളവേണ്ടത്, ഒരു ബസ് എടുത്തിട്ട് ഓടുന്നുണ്ട്, ബസ്സിൽ ആൾക്കാരില്ലെങ്കിൽ അവർക്ക് പൈസ കിട്ടില്ല. ഓരോ ഓട്ടോ എടുത്തിട്ട് അതിൽ കയറുന്നുണ്ട്, ആ ഓട്ടോ ഓട്ടുന്ന മുതലാളിക്ക് 5 പൈസ കിട്ടില്ല. എല്ലാവർക്കും ആൾ തന്നെയാണ് വേണ്ടത്. പക്ഷെ ഈ മേഖലനെ പറ്റി ഞാൻ പഠിച്ചു നോക്കുമ്പോൾ ഇത് അതുപോലെ തന്നെയാണ്. എന്താ, ഒരു 5 പൈസ മുടക്കില്ലാതെ കോടികൾ ഉണ്ടാക്കാൻ പറ്റിയ ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റി ആണ് ഇത് മനസ്സിലായി. മൊബീൻ സാറത്തെ അന്നത്തെ ട്രെയിനിങ്ങിൽ ഇന്ന് നടക്കുന്ന ഓരോ കാര്യങ്ങൾ അന്നേ പറഞ്ഞിരുന്നു ആ വ്യക്തി. പക്ഷെ ആ പറഞ്ഞ കാര്യങ്ങൾ ഇന്ന് അതേപടി നടന്നു കൊടുക്കുക. അതേ മൊബീൻ സാർ ഇന്ന് ഇന്ത്യയിൽ പോലും ഇല്ല. മനസ്സിലായില്ലേ? ആ വ്യക്തി ഇന്ന് ഉള്ളത് അമേരിക്കയിലാണ്. നിങ്ങൾ ചിന്തിക്കണം, 6 മാസമായിട്ട് ഇന്ത്യയിൽ പോലും ഇല്ല. പക്ഷെങ്കിൽ കഴിഞ്ഞ ആഴ്ച മുന്നേ അയാൾ ഇന്ന് നമ്മുടെ തായ്ലൻഡ് കോൺടെസ്റ്റ് നടക്കുന്നുണ്ട് കമ്പനിയുടെ. അതിന്റെ അച്ചീവറായി അയാൾ മാറി. ഇന്ന് അയാൾ ആസ്തി എന്ന് പറയുന്നത് അന്ന് മേടിക്കുന്നതിനെക്കാട്ടും 4 ഇരട്ടി വരുമാനം ഇന്ന് മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാൾ ഇന്ന് ഇന്ത്യയിൽ ഇല്ലെങ്കിൽ ലോകത്തില്ലെങ്കിലും ഇന്ന് അയാൾക്ക് ആ വരുമാനം നിലക്കില്ല. എന്നെ ഏറ്റവും കൂടുതൽ ഈ ബിസിനസ് ഏറ്റെടുക്കാൻ തയ്യാറാക്കിയത്, ഈ ഓപ്പർച്യൂണിറ്റി ഏറ്റെടുത്താൽ പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കി തന്നത് ഈ നോമിനി ഫെസിലിറ്റിയാണ്. ഞാൻ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, എനിക്ക് വരുമാനം കിട്ടുള്ളൂ. ഈ ബിസിനസ് ഞാൻ സീരിയസ് ആയ കാരണം നോമിനി ഫെസിലിറ്റി എന്ന് പറഞ്ഞ ആ ഫെസിലിറ്റി ഏറ്റവും കൂടുതലുള്ളത് ഈ മേഖലയിൽ മാത്രമാണ്. നമുക്കറിയാം പെൻഷൻ കിട്ടും ഒരു ഗവൺമെന്റ് ജോലിയിൽ എത്ര വരെ, ആ ഹസ്ബൻഡിന് വൈഫിന് വരെ. ഇവിടെ അതില്ല. നമുക്കൊരു ടീമിനെ ഉണ്ടാക്കുന്നവരുടെ ഒരു ബുദ്ധിമുട്ടാണ്. പലയാളും പ്രശ്നം ഒരാളെ കൊണ്ടുവരും, 2 ആളെ കൊണ്ടുവരും, അല്ലെങ്കിൽ 10 ആളെ കൊണ്ടുവരും. ആ 10 ആൾ നിർത്തി സാറേ, അതുകൊണ്ട് ഞാൻ നിർത്തി എന്ന് പറയും. ഞാൻ 100 ആളെ എൻ്റെ മോളെ കൊണ്ടുവന്നിട്ടുണ്ട്. 100 ആൾ ഇന്ന് എൻ്റെ കൂടെ ഇല്ല. പക്ഷെ ഇന്ന് ഞാൻ NDC കഴിഞ്ഞ് CTCയിലേക്ക് പോവാണ്. ഇന്ന് എൻ്റെ ആഴ്ച വരുമാനം ലക്ഷങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ രീതിയിലേക്ക് എനിക്ക് മാറാൻ പറ്റിയത് ഈ ബിസിനസ് വന്നുകൊണ്ടാണ്. എൻ്റെ കൂടെ അന്ന് എൻ്റെ പ്രദേശത്ത് ചുറ്റുവട്ടത്തിൻ്റെ കച്ചവടം തേച്ചു പൊട്ടി. എൻ്റെ കൂടെ ആ സമയത്ത് ഒരു കച്ചവടക്കാർ ഇന്നില്ല. പുതിയ ആൾക്കാർ ആ മേഖലയിലേക്ക് കടന്നു വരികയാണ്. നിങ്ങൾ നോക്കണം, ലക്ഷങ്ങൾ മുടക്കി തുടങ്ങിയ കച്ചവടം എനിക്ക് ഇന്നും ആ ചുറ്റുവട്ടത്തിന് ലക്ഷങ്ങൾ കിട്ടാനുണ്ട്. അത് പോട്ടെന്ന് വെക്കിയത് എന്താ, ഇപ്പം ടെൻഷൻ ഇല്ല, മനസ്സമാധാനമുണ്ട്. ഈ ബിസിനസ് എൻജോയ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. എന്താ, ലൈഫ് കിട്ടുന്ന എൻജോയ്മെന്റ് എന്ന് പറയുന്നത് ഈ ബിസിനസ് കിട്ടുകയാണ്. ഞാൻ ഈ ബിസിനസ് വരുന്ന മുന്നേ എൻ്റെ നാട്ടിൽ നിന്ന് പ്രദേശം വിട്ട് ഞാൻ എവിടെയും പോകത്തില്ല. കണ്ണൂർ പോയിട്ടുണ്ട്, കോഴിക്കോട് പോയിട്ടുണ്ട്, ആവശ്യത്തിന് പോയി വരും. അല്ലാതെ എവിടെയും പോയില്ലായിരുന്നു. മൈലേശ്വരം നിന്ന് കാണാത്ത സ്ഥലങ്ങളില്ല. ഈ ബിസിനസ് വന്നൊരു ഫ്ലൈറ്റ് കയറി ആദ്യമായിട്ടാണ്. ഇങ്ങനെയുള്ള പല പ്രദേശങ്ങളിലേക്ക് നമുക്ക് ലൈഫിൽ എന്തെല്ലാം കിട്ടുന്നോ അതെല്ലാം ഇതിലൂടെ വന്നപ്പോഴാണ് കിട്ടാൻ തുടങ്ങിയത്. ഒന്നുമില്ലാത്തവിടുന്ന് വന്ന് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. ആ സ്വപ്നങ്ങൾ പോലും ആ കച്ചവടത്തിൽ കിട്ടില്ല എന്ന് മനസ്സിലായ വ്യക്തിയായിരുന്നു ഞാൻ. പക്ഷെ എന്തെങ്കിലും ചെയ്യണം. എൻ്റെ ഏട്ടന്മാരെല്ലാം ബാംഗ്ലൂർ മൈസൂർ കച്ചവടക്കാർ, അവർ ഇതിനെ ഇറങ്ങിയപ്പം പറഞ്ഞു, ശനി മര്യാദയ്ക്ക് ഉള്ള ഷോപ്പ് ചെയ്ത് കച്ചവടം ചെയ്തു പോകും. എന്താ, ഞങ്ങൾ ഇവിടെ ലക്ഷങ്ങൾ വാടക കൊടുത്തിട്ടാണ് ഈ വീടിൽ കച്ചവടം ചെയ്യുന്നത്. എനിക്ക് വാടക പോലും കൊടുക്കണ്ട. ആ പേടി ഒഴിവാക്കിയിട്ട് ഈ പരിപാടിക്ക് നിൽക്കില്ല എന്ന് പറഞ്ഞ് അതേ ഏട്ടന്മാർ കൊറോണ വന്ന സമയത്ത് നാട്ടിലുണ്ടായി. എന്താ വിറ്റെന്ന് പറഞ്ഞോ, അവർ ഇവിടെ വന്നിരുന്ന സമയത്ത് ഞാൻ ഇവിടെ ലോക്ക്ഡൗൺ ആണല്ലോ, ആ സമയത്ത് ഒന്നും ഒഴിവാക്കിയിട്ട് മെല്ലെ അവരുടെ അടുത്ത് പോയിരുന്നു. പോയ സമയത്ത് കളവ് സമയത്തായിരുന്നു നമ്മളെ കച്ചവടം പൊടിക്കുക. എന്താ ആയുഷ് എന്താന്നാൽ അതുവരെ നാട്ടുകാർക്ക് ആർക്കും അറിയില്ലായിരുന്നു. പിന്നെ പറയുന്ന ആയുഷിനെ പറ്റിയിട്ട് നമ്മളെ പ്രൊഡക്റ്റിന്റെ പ്രത്യേകതയുണ്ട്. വെൽനസ് പ്രൊഡക്ട്സിന് കംപ്ലീറ്റ് ആയുഷ്മാൻ സർട്ടിഫിക്കറ്റ് സാധനമാണ്. അത് ഞാൻ പോലും ഈ ബിസിനസ് വന്നിട്ടാണ് കേൾക്കുന്നത് ആയുഷ് എന്താന്ന് പോലും. പക്ഷേ ആ സമയത്ത് നാട്ടുകാരോട് പറയുന്നത് ഗവൺമെന്റ് ആണ്, എന്താ സർക്കാരാണ് പറയുന്നത്. ആയുഷ് മന്ത്രാലയം പറഞ്ഞ നിർദ്ദേശങ്ങളനുസരിച്ച് നിങ്ങൾ പ്രൊഡക്റ്റ് കഴിക്കുക, ഇമ്മ്യൂണിറ്റി കൂടാൻ വേണ്ടി എന്തെല്ലാം ചെയ്യാൻ പറ്റും അവർ ചെയ്യുന്ന കാര്യം. അവിടെയാണ് നമ്മളെ കവചപ്രാഷിന്റെ ഏറ്റവും കൂടുതൽ വിൽക്കാൻ പറ്റിയ സമയം ആ സമയത്തായിരുന്നു. എന്താ, ഇമ്മ്യൂണിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട്. ഇവിടെ ലക്ഷങ്ങൾ കച്ചവടം നടക്കുകയാണ്. എന്താ, 40 ടണ്ണിലെ കവചപ്രാഷ് വിറ്റുകൊണ്ടിരിക്കുന്ന കമ്പനി 100 ടണ്ണിലേക്ക് ഒറ്റയടിക്ക് എത്തി. അതിലൂടെ കവചപ്രാഷ് കിട്ടാത്ത രീതിയിലേക്കായി. ഇവിടെ കച്ചവടം പൊടി പൊടിക്കുന്ന സമയത്ത് ഏട്ടൻ വന്നിട്ട് ചോദിച്ചു, അല്ല ശനി എന്റെ പരിപാടിയിൽ എങ്ങനെ നടക്കുന്നില്ല, എല്ലാം പോയില്ലേന്ന് ചോദിച്ചു. ഞാൻ ആര് പറഞ്ഞു പോയിന്ന്? എൻ്റെ ഫോൺ എടുത്തു, ആപ്ലിക്കേഷൻ എടുത്തു. ആ സമയത്ത് ഞാൻ അന്ന് അവിടെ പോയത് പുതിയ എൻ്റെ ഫോണുമായിട്ടാണ്. അതാ ടോപ്പ് വിറ്റ് വേറെ S21 അൾട്ര എന്ന് പറഞ്ഞ ഫോൺ മേടിച്ചിട്ടാണ് അവിടെ 1,26,000 ഫോൺ മേടിച്ചിട്ട് അവിടെ പോന്ന്. എടാ നീ പുതിയ ഫോണൊക്കെ മേടിച്ചാ? ഞാൻ മേടിച്ചു. എത്ര പൈസ? അത് 1,26,000 ഫോൺ. ഈ കൊറോണ സമയത്തോ? ഞാൻ ചെയ്ത് ബിസിനസ് ആണ്. ഈ ബിസിനസ് ഇന്ത്യ ഇപ്പൊ നടക്കുന്നുണ്ട്. അപ്പോൾ ഫോൺ ആപ്ലിക്കേഷൻ എടുത്ത്
ആപ്ലിക്കേഷൻ എടുത്ത് കാണിച്ചപ്പോൾ ഏട്ടൻ കണ്ണെളുപ്പി. ലക്ഷങ്ങളെ കച്ചവടം. ഞാൻ പറഞ്ഞു ഇതാ ബിസിനസ്. അല്ലാതെ നിങ്ങൾ അന്ന് എന്നെ കളിയാക്കി. ആ കളിയാക്കിയുള്ള മറുപടി എനിക്ക് ഇതിലൂടെ പറയുള്ളൂ. നിങ്ങളെ കളിയാക്കിയതിനൊന്നും ഞാനില്ല. നിങ്ങൾ എന്നെ കളിയാക്കിയല്ലോ. വേഗം ഐഡിയ അടിച്ചോ, തുടങ്ങിക്കോ. അന്ന് ഐഡിയ അടിച്ച് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യിച്ചു ആ വ്യക്തിനെ. ഇപ്പൊ ആക്റ്റീവായിട്ട് ചെയ്തുകൊടുക്കുകയാണ്. മനസ്സിലായില്ലേ? അന്ന് പറഞ്ഞപ്പോൾ അവർക്ക് അന്ന് എന്നെ കളിയാക്കിയെങ്കിൽ ഇന്ന് ഞാൻ അവരെ കളിയാക്കുന്നില്ല. അവരെ കൈയോടെ കൂട്ടി. അവരെ കൂട്ടി ഇന്ന് ബിസിനസ് ഡെവലപ്പ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ മനസ്സിലാക്കണം, ഇതുപോലെ കളിയാക്കുന്ന പല ആൾക്കാരും ഉണ്ട് നമ്മുടെ ഫാമിലിയിൽ. എന്തുണ്ടാക്കിയാലും എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞാൻ ഈ ബിസിനസ് വരുമ്പോൾ ഒരു ബൈക്ക് വന്ന് തുടങ്ങിയതാ. പലപ്പോഴും ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ഒരു കാർ എടുക്കാൻ. ആദ്യം ഒരു 5 ലക്ഷത്തിനുള്ളിൽ ഈ ബിസിനസ് വന്ന് ഒരു കൊല്ലം ഒരു കൊല്ലം കഴിഞ്ഞ് രണ്ടാമത്തെ കൊല്ലം ആകുമ്പോഴത്തേക്ക് ഒരു കാറിലേക്ക് ഡാക്സൺ എടുക്കുന്ന വണ്ടിയിലേക്ക് മാറി. എന്തുകൊണ്ടാ? ഈ ബിസിനസ് ഞാൻ തുടങ്ങുന്ന സമയത്ത് ഇവിടെ കമ്പനീന്റെ ഔട്ട്ലെറ്റ് ഇല്ല, ഒരു മീറ്റിംഗ് സെന്റർ ഇല്ല, ഒരു ട്രെയിനിങ്ങിലോ ഒന്നുമില്ല സമയത്താണ് ഞാൻ തുടങ്ങുന്നത്. പ്രൊഫസർ പറഞ്ഞ ഒരു വാക്കുണ്ടെന്ന്, സാറേ ഇവിടെ ട്രേഡ് ആൻഡ് സപ്പോർട്ട് ഗവൺമെന്റ് നിന്ന് ഒരുപാട് സംഭവങ്ങൾ വരുന്നുണ്ട്, കൂടെ നിൽക്കുന്ന പറഞ്ഞത്. ബെൽനി സാറിൽ അന്ന് ട്രേഡിന്റെ ആളായിട്ട് നിൽക്കുന്ന സമയത്ത് നമുക്ക് എല്ലാം ഓർമ്മയുണ്ട്. പവർഫുൾ മീറ്റിങ്ങിന് ഞാൻ പങ്കെടുത്തിട്ടുണ്ട് ബെൽനി സാറെല്ലാം. ആ ട്രേഡിന്റെ ഭാഗത്ത് പങ്കെടുത്ത സമയത്ത് ബെൽനി സാറെല്ലാണ് നമ്മുടെ മോട്ടിവേഷൻ. അവർ നിയമത്തിന്റെ വഴിക്ക് വരും, നമ്മൾ ശക്തമായിട്ട് ഇത് കൊണ്ടുപോകും. അന്ന് എന്തെല്ലാം ബെൽനി സാർ പറഞ്ഞു അതേ രീതിയിലേക്ക് ഇന്ന് അത് മാറി. ആ രീതിയിലേക്ക് മാറിയത് നമുക്ക് ഗുണമാണ്. എന്താ, ഗവൺമെന്റ് മെക്കാനിസം ആണ് അതിന്റെ ഉദ്ഘാടനതല മുഖ്യമന്ത്രി വെച്ച് നടത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ട്രേഡിന് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് പിന്നെയും. ഈ രീതിയിലേക്ക് അത് വരുന്നതോടെ ഇന്നുള്ള പല കമ്പനികളും, നമ്മൾ ഇന്ന് കളിയാക്കുന്ന പല കമ്പനികളും പറയുന്നത് ഇത് മൈലേജ് ചെലവ് പോലെയാന്ന് പറയുന്നത്. മൈലേജ് ചെലവ് മൈലേജ് ചെല്ലേ ആവുള്ളൂ. മൈലേജ് ചെല്ലിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതിനെ കോമ്പീറ്റ് ചെയ്യുന്ന ഒരു കമ്പനിക്കാവില്ല. ആ രീതിയിലേക്ക് നമ്മൾ മാറി. അന്ന് പറഞ്ഞതിനെക്കാട്ടും കൂടുതൽ എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇന്ന് കൊടുക്കുന്ന പ്രൊഡക്റ്റ്, ഇന്ന് മാർക്കറ്റിൽ ഏതെല്ലാം കമ്പനികളുണ്ടോ ആ കമ്പനികൾക്കൊന്നും അരിയത്തെത്താൻ പോലും പറ്റില്ല. അതാണ് നമ്മളെ മൈലേജിന്റെ പ്രത്യേകത. ഇന്ന് ഇന്ത്യയിലെ നമ്പർ 1 ആണ്. എൻ്റെ അടുത്ത് വന്ന് പറയുന്ന സമയത്ത് ഇന്ത്യയിൽ നമ്പർ 1 പോലുമല്ല കമ്പനി. പക്ഷേ 5 വർഷം പോലും ആയിട്ടില്ല ഇന്ത്യയിലെ നമ്പർ 1. അത് ഇന്നും നമ്പർ 1 നിലനിർത്തിക്കൊണ്ടുപോകുന്ന ഒറ്റ കമ്പനിയുള്ളൂ, അത് മലേഷ്യയിൽ മാത്രമാണ്. അന്നുണ്ടായ പല കമ്പനി 2, 3, 4 സെക്കൻഡ് പിന്തള്ളപ്പെടുകയാണ്. അന്നും ഇന്നും ഏഷ്യൻ നമ്പർ 1 ആയിട്ട് ഇനിയിപ്പം വരാൻ പോവുകയാണ്. ഈ രീതിയിലേക്ക് കമ്പനി കോമ്പീറ്റ് ചെയ്യാൻ പോകണം പല കമ്പനിയായിട്ടും. പക്ഷെങ്കിൽ നമ്മളെ MLS കോമ്പീറ്റ് ഒരു കമ്പനി ഇന്ന് ഇന്ത്യയിലില്ല. നമ്മളെ ഏറ്റവും വലിയ ഭാഗ്യം ഇന്ത്യൻ കമ്പനി, ഇന്ത്യൻ പ്രൊഡക്ട്സ് എന്നുള്ളതാണ്. അപ്പൊ ഇത്രയും വലിയ മാനേജ്മെന്റിന്റെ പ്രത്യേകത തന്നെ നിങ്ങളോട് ലീഡേഴ്സ് തന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാവും. നമുക്ക് തന്നെ ഓരോ പ്രൊഡക്റ്റും അത്രക്കും എന്താ പറയണ്ടേ വേലബിളായുള്ള പ്രൊഡക്ട്സുകൾ. പക്ഷെ അന്ന് ഞാനിത് വന്നു മനസ്സിലാക്കി സ്വന്തം കാർ എടുത്തു. എങ്ങനെയല്ലോ തട്ടിക്കൂട്ടി ഒരു കാർ എടുത്തപ്പോൾ നാട്ടുകാർ പറഞ്ഞു, ഷൈനി എങ്ങനെയല്ലോ തട്ടിക്കൂട്ടിയിട്ട് ഒരു കാർ എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ ആയിക്കോട്ടെ, ഞാൻ തട്ടിക്കൂട്ടിയിട്ടാണല്ലോ എന്ന് പറഞ്ഞു. പക്ഷെ ഡിയർ ഫ്രണ്ട്സ്, അത് കഴിഞ്ഞ് ഒരു കൊല്ലം ആവുന്നതിന് മുന്നേ അന്ന് STC റാങ്കിലാണെങ്കിൽ രണ്ടാമത്തെ കാറ് നമുക്ക് വിജയ് സാറിനെല്ലാം അറിയാം. നമ്മളൊരു മൊബീൻ സാർ പ്ലാൻ ചെയ്ത ഒരു പ്രോഗ്രാം ആയിരുന്നു കോഴിക്കോട്. ആ പ്രോഗ്രാം ഏറ്റവും കൂടുതൽ അന്ന് മൊബൈൽ സാർ ഹൈലൈറ്റ് ചെയ്ത് കേരളത്തിൽ 2:10 മേടിക്കുന്ന അങ്ങനെ ഇല്ലായിരുന്നു ആള്. പക്ഷേ ആ നമ്മൾ നടത്തിയ പ്രോഗ്രാമിൽ 2:10 മേടിക്കുന്ന ആൾക്കാരെ ഹൈലൈറ്റ് ചെയ്യായിരുന്നു ആ പ്രോഗ്രാമിൽ ഏറ്റവും വാല്യൂ എന്ന് പറയുന്ന പ്രോഗ്രാം, വേലബിളായിട്ടുള്ള പ്രോഗ്രാം. പക്ഷെ ആ പ്രോഗ്രാം മൊബൈൽ സാർ ഒരു മീറ്റിംഗ് വിളിച്ചപ്പോൾ പറഞ്ഞു, സാറേ നിങ്ങൾക്ക് ഇന്ന് കേരളത്തിൽ കണ്ടതിൽ ഏറ്റവും വലിയ പ്രോഗ്രാമാണ് ബ്രഹ്മ പ്രോഗ്രാം എന്ന് പറഞ്ഞു. ഞാൻ ആയിക്കോട്ടെ സാർ. അന്ന് ആ മീറ്റിങ്ങിൽ പറഞ്ഞു ആ സ്റ്റേജിൽ വണ്ടി കാര്യം ഇറങ്ങുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പുതിയ വണ്ടി എടുത്ത സമയമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഓ നമുക്കെല്ലാം കാറ്റല്ല സാറേ. അപ്പം മൂവി സാർ പറഞ്ഞു, സാറേ നിങ്ങൾ ഞാനെന്ന് STC ആണ്, RTC വിത്ത് 12 ലക്ഷം മേലുള്ള വണ്ടി അടക്കാറ്റുള്ളൂ. എന്താ നിങ്ങൾ എല്ലാ വണ്ടി എടുത്താൽ നമുക്ക് കറ്റ സമയം ഉണ്ടാവില്ല. അത് സത്യമായിരുന്നു. പക്ഷെ ഡിയർ ഫ്രണ്ട്സ്, അന്ന് മൂവി സാർ ആരെല്ലാം എടുക്കുന്ന വെച്ചിട്ട് ഞാൻ കൈവന്നിട്ട് ഞാനും എടുക്കും സാർ എന്ന് പറഞ്ഞു. പക്ഷെങ്കിൽ ആ പ്രോഗ്രാമിന് വിത്ത് ബ്രാൻഡ് ന്യൂ RTC ആയിട്ടും ഇന്ന് ഞാൻ ഉപയോഗിക്കുന്ന 18 ലക്ഷം റുപ്യോളം വരുന്ന ഹുണ്ടായി ക്രെറ്റ എന്ന വണ്ടി എടുത്തിട്ട് അന്ന് ആ വേദിയിലുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, ഈ രീതിയിലേക്ക് ആ ഭ്രമണത യൂട്യൂബിൽ അടിച്ചു നോക്കി ഞാനില്ലെങ്കിലും ഞാനും ഫാമിലിയായിട്ടുള്ള ഫോട്ടോ വീഡിയോസ് ഇനി ആ ലോകം മൊത്തം ഡാറ്റ സെല്ലിംഗ് എന്ന് പറഞ്ഞ മേഖല എല്ലാം MLS എന്ന് പറഞ്ഞ കമ്പനി ഉള്ളിടത്തും കാലം അത് അവിടെ ഉണ്ടാവും. അതാണ് അതിന്റെ പ്രത്യേകത. ഈ ഭൂലോകത്ത് ഞാൻ MLS വന്നില്ലെങ്കിൽ ഇന്നും കച്ചവടക്കാരനെങ്കിൽ നിങ്ങളെ ഇടയിൽ പോലും ഞാൻ അറിയപ്പെടുന്ന ഒരു വ്യക്തി മാറില്ലായിരുന്നു. ഇന്ന് ഈ രീതിയിലേക്ക് അറിയപ്പെടുന്ന വ്യക്തിയായിട്ട് മാറാൻ പറ്റിയത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിലേക്ക് ഇന്ന് സംസാരിക്കാൻ പോലും വരാൻ പറ്റിയത് ഈ ഡാറ്റ സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ MLS വന്നത് കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടിയ ടൈം, നിങ്ങൾക്ക് കിട്ടിയ ഈ ബിസിനസ് അത്രക്കും പവർഫുൾ ആണ്. എങ്ങനെ പറഞ്ഞാലെന്ന് അറിയില്ല.
പല കമ്പനികളും വരുമ്പോൾ പല ആളും ചാടിപ്പോകും. എൻ്റെ കമ്പനിയിൽ നിന്ന് ഒരുപാട് ആൾ ചാടിപ്പോയിട്ടുണ്ട്. പക്ഷെ അവരിൽ ഇന്ന് പഴയ പണിക്ക് പോവാണ്. അവരിൽ ഒരു അവസ്ഥ കാണുമ്പോൾ നമുക്ക് സങ്കടമുണ്ട്. എന്തുകൊണ്ടെന്നറിയോ? എന്നെ കൊണ്ടുവന്ന വ്യക്തി ഈ ബിസിനസ്സിൽ ഇല്ല. പക്ഷെ അവൻ്റെ എല്ലാം മുന്നിലൂടെ ഇന്ന് ഞാൻ പോകുന്നത് 18 ലക്ഷം റുപ്യന്റെ വണ്ടി എടുത്തിട്ടാണ്. അവനിന്ന് ആഴ്ചക്ക് വരുമാനം എത്ര കിട്ടുമെന്ന് വെച്ചാൽ അതിലും 4 ഇരട്ടി വരുമാനം കൊണ്ടാണ് ഞാൻ ഇന്ന് ഒരാഴ്ച കൊണ്ട് വരുമാനം മേടിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വിത്ത് CTCയിലേക്ക് ഇപ്പൊ അടുത്ത് CTCക്ക് വരാൻ പോവാണ്. ഈ രീതിയിലേക്ക് മാറാൻ പറ്റിയത്, വരുമാനം കൂട്ടാൻ പറ്റി ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത് ഈ ബിസിനസ് വന്നുകൊണ്ടാണ്. എൻ്റെ മകൻ ഇപ്പം BCA ഡാറ്റയ്ക്ക് ബാംഗ്ലൂർ +2 കഴിഞ്ഞിട്ട് പഠിക്കുകയാണ്. ഞാൻ നേരെ മറിച്ച് കച്ചവടം ചെയ്യുന്നതെങ്കിൽ ആ BCA ഡാറ്റ പഠിക്കണമെങ്കിൽ 4,80,000 റുപ്യ 3 വർഷത്തേക്ക് വേണം. ആ പൈസ ലോൺ എടുക്കണമായിരുന്നു, അല്ലെങ്കിൽ ആരെങ്കിലും കാല് പിടിക്കണമായിരുന്നു. പക്ഷെ MLHൽ നിന്നുകൊണ്ട് ഒരാളെ കാലും പിടിച്ചിട്ടില്ല. ഈ രീതിയിലേക്ക് മോനെ പഠിപ്പിക്കുന്ന ഒരാളെ ഡിപ്പെൻഡ് ചെയ്യാണ്ടോ ഒരു ബാങ്കിനെ ഡിപ്പെൻഡ് ചെയ്തോ പഠിപ്പിക്കാൻ പറ്റിയ MLHൽ വന്നത് കൊണ്ടാണ് ഡിഫറൻസ്. ഇങ്ങനെ ഓരോ മാറ്റങ്ങൾ. എൻ്റെ മോളെ ബർത്ത്ഡേ ആയിരുന്നു ഈ കഴിഞ്ഞ 14-ാം തീയതി. മോളോട് ഇപ്പൊ അച്ഛൻ ഡ്രസ്സ് വേണമെന്ന് പറഞ്ഞു. ഞങ്ങളും കച്ചവട സമയത്ത് ഡ്രസ്സ് എടുത്ത് കൊടുക്കാൻ പോവായിരുന്നു. മോനുണ്ടായാലും മോളായാലും ആദ്യം നോക്കുക അതിന്റെ ടാഗിന് എത്ര പൈസ എന്നാ അത് കാണിച്ചു തരുമ്പോൾ ആ രീതിയിലേക്ക് അത് എടുക്കേണ്ട ഇതെടുത്തെന്ന് പറയുന്നത്. പക്ഷേ ഡിയർ ഫ്രണ്ട്സ്, ഈ പ്രാവശ്യം ഈ ബിസിനസ് വന്നതിന് ശേഷം വർഷങ്ങളായിട്ട് ഇപ്പം അവരെന്ന് പറയുന്നത് എന്താണോ ടാഗ് പോലും നോക്കാതെ അവർക്ക് മേടിച്ചു കൊടുക്കാൻ പറ്റുന്നതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. അവരെന്താ പറയുന്നത് അവർക്കത് ചെയ്തു കൊടുക്കാൻ പറ്റുന്നതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. ഈ രീതിയിലേക്ക് നമ്മുടെ ലൈഫ് മാറ്റുന്ന ഏറ്റവും വലിയ ബിസിനസ് ഓപ്പർച്യൂണിറ്റി MLHൽ. അതിനെ നിങ്ങൾ പഠിക്കാനും വിജീഷ് സാറെ പോലുള്ള ഏറ്റവും വലിയ ട്രെയിനേഴ്സാണ് നിങ്ങളുടെ കൂടെ ഉള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. നിങ്ങളെല്ലാം എന്താ എനക്കെല്ലാം അറിയാം. ആ വ്യക്തിനെ അന്ന് അവിടെ വന്ന സമയത്ത്, കോഴിക്കോട് കാണുന്ന സമയത്ത് സാറേ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ അവരെല്ലാം അത്രയും വലിയ മോട്ടിവേറ്റ് ആയിരുന്നു. അതേ രീതിയിലേക്ക് ആ ബന്ധം അന്നും ഇന്നും ഞങ്ങൾ കാത്തു സൂക്ഷിക്കുന്നു. ഇന്നലെ ഞങ്ങൾ കണ്ണൂരിൽ നിന്നാണ് കണ്ടത്. സാറേ ഡേറ്റ് വേണം. ഞാൻ സാറേ എനിക്ക് ഇങ്ങനെ പ്രശ്നമുണ്ട്, എന്നാലും സാരമില്ല ഞാൻ അത് ചെയ്യാന്ന് പറഞ്ഞു. ഇന്ന് 5:30 എഴുന്നേറ്റു. അതിന്റെ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് നിങ്ങളുടെ കൂടെ ഇപ്പോൾ ഞാൻ 6:30 കയറിയത്. ഇനിയിപ്പോൾ 7 മണിക്ക് ബാക്കിയിലേക്ക് പോകണം. ഇന്ന് വയനാടാണ്. ഇവിടുന്ന് അതിന് ഇത് കഴിഞ്ഞ് നേരെ വയനാട്ടിലേക്കാണ് പോകുന്നത്. അവിടെ മീറ്റിംഗ് ഉണ്ട്. ഈ രീതിയിലേക്ക് മൊത്തം കേരളം മൊത്തം ഇന്ന് ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്ന വിധത്തിലേക്ക് ബിസിനസ് കേരളത്തിന് പുറത്തും ശക്തമായ ബിസിനസ്സിലേക്ക് മാറിയത് ഡയറക്ട് സെല്ലിങ്ങിന് വന്നതുകൊണ്ടാണ്. എന്താ, ഞാൻ ലക്ഷങ്ങൾ മുടക്കിയിട്ട് ആയിരങ്ങൾ മേടിച്ചെങ്കിൽ ഇന്ന് ആയിരങ്ങൾ മുടക്കിക്കൊണ്ട് ലക്ഷങ്ങൾ മേടിച്ചുകൊണ്ടിരിക്കുകയാണ് ഫ്രണ്ട്സ്. 1 കോടി വരുമാനം ഉണ്ടാക്കിയാൽ കോടികൾ മുടക്കണം. ഞങ്ങൾക്കറിയാം ഇന്നത്തെ കാലത്ത്. അവിടെയാണ് ഡയറക്ട് സെല്ലിങ്ങിന്റെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. കളിയാക്കും പലയാളും, തമാശയാക്കും പലയാളും. നമ്മൾ മറ്റേ ഒരു സിനിമ പറയുന്നത് എന്താ, കളിയാക്കലാണ് ഏറ്റവും വലിയ മോട്ടിവേഷൻ എന്നാണ്. എന്നെ കളിയാക്കിയത് കൊണ്ടാണ് ഞാനൊക്കെ എന്ത് ചെയ്ത് ഇത് കാണിച്ചു കൊടുത്തേ പറ്റുള്ളൂ തീരുമാനിച്ചെന്താ, ഞാൻ എന്ത് ചെയ്താലും എന്നെ കളിയാക്കും. ഒരു കല്യാണം വിട്ട് പോയതാ, ഞങ്ങളെ സാറ് വന്നിട്ടുണ്ട്. ഒരു മരണം വിട്ട് പോയതാ, നല്ല സാറേ നിങ്ങളെ പരിപാടിയിൽ എങ്ങനെ ചാമ്പിത്താരം കൊണ്ട് ലാട വൈദ്യൻ വരെ വിളിച്ചിട്ടുണ്ട്. പക്ഷെ ഡിയർ ഫ്രണ്ട്സ്, അതേ നാട്ടിൽ അതേ ഫ്രണ്ട്സിന്റെ മുകളിൽ എന്ത് ലാട വൈദ്യം വിളിച്ചോ ഇന്ന് ഒരു വാക്കും എന്തല്ല ശനി സുഖല്ലേ അടിപൊളിയാ ഞാൻ ഇരുന്ന് ചോദിക്കുന്ന ഇതിലേക്ക് മാറി. നമ്മളെ ലൈഫിൽ ഇങ്ങനെ അവരെ തമാശകളെ കൊണ്ട് ആ വാക്കുപോലും ഉച്ചരിക്കാത്ത വിധത്തിലേക്ക് മാറ്റാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അവര് ഇന്ന് എന്താണോ ചിന്തിക്കുന്നത് അതിന്റെ അപ്പുറത്തേക്കാണ് ഞാൻ ഇനി പ്ലാൻ ചെയ്തത്. എന്താ, അടുത്ത വണ്ടി പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക, അടുത്ത വർഷം അടുത്ത റാങ്ക്, അടുത്ത ബ്രാൻഡ് ന്യൂ പുതിയ കാറ്. ഇപ്പം പുതിയ വണ്ടി സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക, ഇലക്ട്രിക് കാറിലേക്കാണ് മാറുന്നത്. ഇപ്പം ലോഞ്ച് ചെയ്യാൻ പോകുന്ന ഒരു വണ്ടി നോക്കി വെച്ചിട്ടുണ്ട്. ചിലപ്പം ഈ വീക്സോ അല്ല അടുത്ത വീക്കിനുള്ളൂ അത് ബുക്ക് ചെയ്യും. എന്താ, മഹീന്ദ്രന്റെ ഒരു ഇലക്ട്രിക് കാർ വന്നിട്ടുണ്ട്. ആ ലക്ഷങ്ങളെ വണ്ടി പോയി നോക്കിയിട്ട് വേണം അത് ബുക്ക് ചെയ്യാൻ. 650 ചാർജിങ് ആണ് ഒരു ചാർജ് ചെയ്താൽ. ഈ രീതിയിലേക്ക് 3ാമത്തെ വണ്ടി പോലും എടുക്കേണ്ട പ്രാപ്തിയിലേക്ക് എത്തിച്ചത്, അല്ലെങ്കിൽ സ്വപ്നം കാണുന്ന എന്തും നേടാൻ പറ്റുന്നത് കാണിച്ചത് MLH അല്ല. അടുത്ത ഈ കൊല്ലത്തേക്കും 2025 എൻ്റെ ഏറ്റവും വലിയ ഡ്രീമുണ്ട്. എന്താ, സ്വന്തമായിട്ടൊരു വീടുണ്ട്. ഞാൻ ഒറ്റ മോനാണ്. പക്ഷെങ്കിൽ ഡ്രീം വീട് എന്ന് പറഞ്ഞ സാധനം അത് എൻ്റെ ഏറ്റവും വലിയ ഡ്രീമാണ്. ഇന്ന് നമ്മളെ എന്നെല്ലാം കളിയാക്കിയ തമാശയാക്കിയ ഫാമിലിൻ്റെ ഉള്ളിൽ നാട്ടുകാർ മുന്നിലും ഒരു മിനിമം ഈ 2025 കഴിയുന്ന മുന്നേ 50 സെന്റ് സ്ഥലം ചുറ്റുവട്ടത്ത് നാടിന്റെ പ്രദേശത്ത് എവിടെ എടുക്കുക എന്നുള്ള എൻ്റെ ഏറ്റവും വലിയ ഡ്രീമാണ്. അതും നോക്കിക്കൊടുക്കുകയാണ് ഇതിനിടയിൽ. ഇങ്ങനെ നോക്കാനും ആ ഡ്രീമിലേക്ക് എത്താനും സാധിച്ചത് ഈ ബിസിനസ് ഒന്നുകൊണ്ടാ. നമ്മളെ കളിയാക്കിയവരുടെ മുന്നിൽ
അവർക്ക് എന്താണോ പറയുന്നത് അവരെ കളിയാക്കല്ല, തിരിച്ച് മറുപടി കൊടുക്കല്ല. ഇങ്ങനെ ആയിരിക്കണം മറുപടി കൊടുക്കേണ്ടത്. മനസ്സിലായില്ലേ? എന്റെ ഫ്രണ്ട്സ് ആരെങ്കിലും കിട്ടിയാൽ ഞാൻ കൂട്ടി പോവാറുണ്ട്. നല്ല അവർക്ക് നല്ല ട്രീറ്റ് കൊടുത്തിട്ടാ വിടാറ്. ഒന്നിനും കുറവ് വരുത്താറില്ല. എന്തുകൊണ്ടാ? കളിയാക്കാർക്ക് ഇങ്ങനെയേ കൊടുക്കാൻ പറ്റുള്ളൂ. അവർക്ക് ഇങ്ങനെ ട്രീറ്റ് ചെയ്യാനേ പറ്റുള്ളൂ. അവര് പറയുന്നത് തിരിച്ചു പറയലല്ല നമ്മളെ പണി. ആ രീതിയിലേക്ക് ബിസിനസ് ഇന്ന് ഈ രീതിയിലേക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, ഈ ഓപ്പർച്യൂണിറ്റി എന്താന്ന് പഠിക്കാനും, ഈ ഓപ്പർച്യൂണിറ്റി എന്താന്ന് മനസ്സിലാക്കാനും, ഒരു മിനിമം ഒരു 5 വർഷമെങ്കിലും നിങ്ങൾ ഈ ബിസിനസിന്റെ കൂടെ ഉണ്ടെങ്കിൽ, കമ്പനി കൊണ്ടുവന്ന ഓരോ അപ്ഡേഷനും നിങ്ങൾ നോക്കിയത് ഇപ്പൊ ടാലന്റ് കോണ്ടസ്റ്റ് ഏറ്റവും ഫാസ്റ്റ് ആയിട്ടാണ്. എന്താ? കമ്പനീന്റെ പുതിയ പ്രൊഡക്ട്സിന്റെ എംആർപിയിലേക്ക് ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ, ഡിപിയിലേക്ക് മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഡിപി എംആർപി മാറി 10 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെ ഒരു വില കൂടുതൽ പോലും വരുന്നത്. അതിനിടയ്ക്ക് വേരിയേഷൻ വന്നിട്ടുണ്ട്. എന്താ? ജിഎസ്ടിന്റെ പ്രശ്നം കൊണ്ട് വില ഒന്ന് കൺവേർട്ട് ആയിട്ടുണ്ട്. പക്ഷെ അന്ന് ഇത്രയും വില കൂടിയില്ല. പക്ഷെ ആദ്യമായിട്ടാണ് ഇത്രയും വില കൂടിയത്. പക്ഷെ അതിന്റെ കൂടെ തന്നെ നമുക്കറിയാം മന്ത്ലി പർച്ചേസിങ് ബിവി ആയിരുന്നു. 750 ബിവി മിനിമം ഒരു സ്റ്റാർട്ട് ചെയ്ത വ്യക്തി എടുക്കണമായിരുന്നു. പക്ഷെ അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ 1000 രൂപേന്റെ പ്രൊഡക്ട്സ് കണ്ടിരിക്കുന്നത്. നിങ്ങളുടെ കൂടെ ഇന്ന് 100 കണക്കിന് ആൾ വന്നിട്ടുണ്ടാവും. ആ 100 ആള് പല്ലേക്കാത്ത ആരും ഉണ്ടാവില്ല, കുളിക്കാത്ത ആരും ഉണ്ടാവില്ല, പല്ലേക്ക് ബ്രഷ് മേടിക്കാത്ത ആരും ഉണ്ടാവില്ല പല്ലേക്കാൻ. അവർ പാത്രം നിലം ഇങ്ങനെയുള്ള ന്യൂസ് ചാർജ് പ്രൊഡക്റ്റ് പോലും മേടിക്കുന്ന ഒരു 1000 ആളുണ്ടെങ്കിൽ 1000 രൂപേന്റെ സാധനം വെച്ച് എത്ര ടേണോ നിങ്ങൾ ചിന്തിച്ച് നോക്ക്. പലയാളും പ്രശ്നം എന്ന് വെച്ചാൽ ആളെ കൊണ്ടുവരും. ഏക്കർ കണക്കിന് സ്ഥലമുണ്ട്. കൃഷിയിൽ നിന്ന് എത്ര സ്ഥലത്താ? 5 സെന്റിലായിരിക്കും, അല്ലെ 10 സെന്റിലായിരിക്കും. എന്താ? 100 ആളെ കൊണ്ട് ചിലപ്പോൾ 5 ആളെ ഉണ്ടാവുള്ളൂ, ചിലപ്പം 10 ആളെ ഉണ്ടാവുള്ളൂ ആക്റ്റീവായിട്ട്. അവരെയും കൊണ്ട് മാത്രമേ ബിസിനസ് ഉണ്ടാവുക. പക്ഷെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവരെ കൂടെയുള്ളവരെ പോലും പർച്ചേസ് ചെയ്യിച്ച് ആ പർച്ചേസിംഗിൽ എത്തിക്കാൻ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഗ്രോത്ത് നിങ്ങൾ ചിന്തിക്കുന്നില്ലപ്പാ. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏത് കച്ചവടക്കാരായാലും ഏത് ബിസിനസ്സുകാരായാലും ആൾക്കാരെ കൂട്ടാനും ആൾക്കാരിലേക്ക് മോട്ടിവേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും കാര്യം കൊടുത്ത് അവർ കച്ചവടം പിടിച്ചെടുത്തുന്നത്. അതുപോലെ നമ്മളെ കമ്പനി ഒരു കമ്പനിക്കുന്ന് ചിന്തിക്കുന്നതിന് മുന്നേ ചിന്തിച്ച കമ്പനിയാണ് നമ്മൾ. ആ ഭാഗ്യമാണ് നമുക്കെല്ലാം കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് റീപർച്ചേസിങ്ങിന് വ്യത്യാസം വരുത്തിയിട്ടും നമ്മളെ പ്രൊഡക്ട്സിലേക്ക് ഇനി പുതിയ പ്രൊഡക്ട്സ് ഒരുപാട് വരാൻ പോവാണ്. ഈ രീതിയിലേക്ക് അച്ചീവ്മെന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും നമുക്ക് തന്നിട്ടുള്ള ഈ ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കി കൂടെ നിൽക്കുക എന്ന് മാത്രമേ നിങ്ങളോട് പറയാനുള്ളൂ. എന്തുകൊണ്ടാ? നമ്മളിലെ ലൈഫിൽ ഉണ്ടാക്കിയ മാറ്റം, ഇനി ഉണ്ടാക്കാൻ പറ്റുന്ന മാറ്റം, ഇതെല്ലാം MLS-ലൂടെ മാത്രമാണ് നടക്കുള്ളൂ. MLS വന്നതുകൊണ്ടാണ് ഇങ്ങനെ നേടാനും ഇത് ചെയ്യാനും ഇത്രയും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാനും കാണിച്ചു കൊടുക്കാനും പറ്റിയത്. അതുകൊണ്ട് നിങ്ങൾ ഇതിലുള്ള മറ്റുള്ളവരെ ആരെയും എനക്കറിയില്ല. മനസ്സിലായില്ലേ? ഈ വിജയ് സാറും ഇന്ന് എനിക്ക് സംഭവം ഇട്ടു തന്ന സമയത്തും വിളിച്ച സമയത്തും ഇവിടെ നിങ്ങളെ പോസ്റ്റർ തന്നിട്ടുണ്ട്. ഇത് ഇന്ന ആൾക്കാർ ഉണ്ടാവും പറഞ്ഞിട്ട്. പ്രജീഷ മേളാണ് ഇന്ന് MC എടുത്തിട്ടുള്ളത്. ഇനി എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് വിജയ് സാർ STCയും സുമതി മാഡം എന്ന് പറഞ്ഞ മാഡമാണ് ഇനി ഇവിടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നത്. എന്തായാലും നിങ്ങളെല്ലാം ഈ ബിസിനസ് വന്ന് കാണാനും നിങ്ങളെ പരിചയപ്പെടാനും പറ്റിയതിലും എല്ലാം സന്തോഷിക്കുന്നു. നിങ്ങൾക്ക് എനക്ക് ലൈഫിൽ എന്തെല്ലാം ഉണ്ടാക്കാൻ പറ്റിയോ അതിലും കൂടുതൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റാൻ സാധിക്കട്ടെ എന്നും, നിങ്ങളെല്ലാം ഏറ്റവും വലിയ ഭാഗ്യം ബെൽനിസറോടെയാണ്, വിജീഷ പോലുള്ള ഗ്രേറ്റ് ലീഡേഴ്സിന്റെ കൂടെയാണ് നിങ്ങളുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെല്ലാം സ്വപ്നങ്ങളുണ്ടോ ആ സ്വപ്നങ്ങൾ 5 കൊല്ലം നിങ്ങൾ ഇതിന്റെ കൂടെ നിൽക്കുക. വീട്ടിൽ വെറുതെ ഇരുന്നാൽ കിട്ടുമെന്ന് പറയാൻ ഞാനുള്ളതല്ല. ഇവിടെ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ, ആ ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാനും ആ ചെറിയ ചെറിയ കാര്യങ്ങൾ കൃത്യമായിട്ട് ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ തയ്യാറായാൽ, ഈ ബിസിനസിനെ പറ്റി കൃത്യമായിട്ട് പഠിക്കാൻ നിങ്ങൾ തയ്യാറായാൽ, ഒരു ട്രെയിനിങ്ങോ മീറ്റിങ്ങോ ഉപേക്ഷിക്കാതെ ആ കൃത്യമായിട്ട് അത് ഏറ്റെടുത്ത് പോകാൻ തയ്യാറായാൽ, ആ പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറായാൽ, മീറ്റിംഗ് ട്രെയിനിങ്ങോട് കിട്ടുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. MS എന്ന് പറഞ്ഞ ആ പ്രസാദ് എന്ന് പറഞ്ഞ വ്യക്തിക്ക് മകളെ കല്യാണം ഇത്രയും വലിയ ഡ്രീമായിട്ട് നമുക്ക് ചെയ്ത് മുന്നിൽ വെച്ച് കാണിച്ചു തരാൻ നമ്മളെപ്പോലെ മുന്നിൽ വന്ന് നയിച്ചു. അന്ന് തുടങ്ങുന്ന സമയത്ത് ലക്ഷങ്ങൾ കടമുള്ള വ്യക്തിയായിരുന്നു. എൻ്റെ അടുത്ത് ജപ്തി നോട്ടീസ് കീശിട്ടിട്ട് വന്ന വ്യക്തിയായിരുന്നു. അതേ വ്യക്തി ഇന്ന് മകളെ കല്യാണം ആർഭാടായി നടത്താൻ നമ്മളെ മുന്നിൽ കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ, അന്ന് ആ കടായിട്ട ഞാൻ വന്ന് ജപ്തി നോട്ടീസ് കീശിട്ടുണ്ടെന്ന് ഞാൻ പോലും കൂടെ വെക്കില്ലായിരുന്നു. ഇന്ന് ഇതുപോലെ മീറ്റിങ്ങിന് സംസാരിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ അന്നേ നിർത്തിയിട്ടുണ്ടാവുമായിരുന്നു. പക്ഷെങ്കിൽ അന്നും ഇതൊന്നും പറയാതെ ഈ രീതിയിലേക്ക് എന്നെ മാറ്റാനും ഈ ബിസിനസ്സിലൂടെ ഏറ്റവും വലിയ എന്താ പറയുക നേട്ടങ്ങളുണ്ടാക്കുന്ന വ്യക്തിയെ മാറ്റാനും ആ വ്യക്തിക്കും വെല്ലസപ്പുള്ള വ്യക്തികളുടെ സാധിച്ചിട്ടുണ്ട്. ഒരുപാട് കുടുംബങ്ങളെയാണ് അവർ സഹായിച്ചിട്ടുള്ളത്. ആ ഒരുപാട് കുടുംബങ്ങളെയാണ് അവർ
ലൈഫിൽ മാറ്റങ്ങൾ ഉണ്ടാക്കി കാണിച്ചു കൊടുത്ത വ്യക്തി ബിയലിനി സാറെ പോലുള്ള സാറെ പോലുള്ള വ്യക്തികൾ, വിജി സാറെ പോലുള്ള ആൾക്കാർ. നിങ്ങൾക്ക് ഇതുപോലെ ഒരുപാട് കുടുംബങ്ങളിലേക്ക് വരുമാനം എത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്നും, അവര് ഇന്ന് ദൈവത്തിന്റെ ഫോട്ടോ ഒരു പൂജാമുറിയിൽ വെക്കുന്നതിൽ അവിടെ നിങ്ങളെ ഒരാളെ ഫോട്ടോ വെക്കുന്ന വിധത്തിലേക്ക് നിങ്ങൾക്ക് മാറാൻ സാധിക്കട്ടെ എന്നും, അതിന് സർവേശ്വരൻ നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവരെയും നമുക്ക് എവിടെയെങ്കിലും വെച്ച് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.